എറണാകുളം MG റോഡിൽ ജാക്കി ഉപയോഗിച്ച് ഉയർത്തുന്നതിനിടെ ചരിഞ്ഞ കെട്ടിടം അപകട ഭീഷണിയിൽ. കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിൽ കോർപ്പറേഷന്റെ തീരുമാനം ഇന്നുണ്ടാകും. കെട്ടിടത്തിന്റെ കോൺട്രാക്ടർ തമിഴ്നാട് സ്വദേശി ഇന്ന് സംഭവ സ്ഥലത്തെത്തും. രാഗിൻ വിവരങ്ങളുമായുണ്ട്. രാഗിൻ, ഗുഡ് മോർണിംഗ്. ഈ കെട്ടിടം എങ്ങനെയാണ് ഈ ജാക്കി ഉപയോഗിച്ച് ഉയർത്തി മാറ്റി സ്ഥാപിക്കാനുള്ള നടപടിയായിരുന്നോ? വിവരങ്ങൾ എന്താണ്? മോത്തി, ഗുഡ് മോർണിംഗ്. കൊച്ചി MG റോഡിൽ ജോസ് ജംഗ്ഷന് സമീപം കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇരുനില കെട്ടിടമാണ്. ഈ ഇരുനില കെട്ടിടം ഉയർത്താൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും ഈ പറയുന്നത് പോലെ ജാക്കി ഉപയോഗിച്ച് കെട്ടിടം ഉയർത്തുകയായിരുന്നു ലക്ഷ്യം. അങ്ങനെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള നീക്കം നടക്കുന്നതിനിടെയാണ് ജാക്കി തെന്നി മാറിയത്. തുടർന്ന് കെട്ടിടം ചരിയുകയാണ് ഉണ്ടായത്. ചരിയുക മാത്രമല്ല, ഈ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒട്ടനവധി കെട്ടിടങ്ങളുണ്ട്. അതിൽ എൻസൈൻ എൻക്ലേവ് എന്ന് പറയുന്ന ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിലേക്ക് ഇത് ചാഞ്ഞ് തട്ടി നിൽക്കുകയാണ്. അതൊരു സുരക്ഷാ പ്രശ്നം തന്നെയാണ്, സുരക്ഷാ ഭീഷണി തന്നെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കെട്ടിടത്തിലുള്ളവർക്ക്, തൊട്ടടുത്ത കെട്ടിടത്തിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം ഫയർഫോഴ്സ് ഉൾപ്പെടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒട്ടനവധി സ്ഥാപനങ്ങൾ ഈ തൊട്ടടുത്ത കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശവും മറ്റു കാര്യങ്ങളുമൊക്കെ നൽകിയിട്ടുമുണ്ട്. ഇപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ അവസ്ഥ നമ്മൾ ഈ കാണുന്നത് പോലെയാണ്. ഇപ്പോൾ പകൽ വെളിച്ചത്തിൽ, അതായത് താഴത്തെ നില ഏതാണ്ട് പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. ഇരുനില കെട്ടിടമാണ്. ഇതിൽ ചെന്നൈ ഉള്ള കമ്പനിയാണ് കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നത്. ഈ കെട്ടിടത്തിൻ്റെ ഉടമ നിലവിൽ വിദേശത്താണ്. അപ്പോൾ സാധാരണഗതിയിൽ പ്രത്യേകിച്ചും കൊച്ചി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ വെള്ളക്കെട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ വെള്ളക്കെട്ട് ഉണ്ടാക്കുമ്പോൾ സാധാരണഗതിയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജാക്കി ഉപയോഗിച്ച് കെട്ടിടങ്ങൾ ഉയർത്തും. അങ്ങനെ പല കെട്ടിടങ്ങളും ഉയർത്തിയിട്ടുണ്ട് ഇതിനു മുൻപ്. അതൊക്കെ ആ രീതിയിൽ സക്സസ് ആയി തന്നെ പല ഘട്ടങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷേ അത് വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ ജാക്കി തെന്നി മാറിയത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത് ചരിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ വൈദ്യുതി ബന്ധമടക്കം വിച്ഛേദിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് പറയുന്നത് ഇതിനി പൊളിച്ചു മാറ്റുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന ഒരു കാര്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇതിൻ്റെ കരാറുകാർ ഇന്നെത്തും. അതിനുശേഷം ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കും. എന്തായാലും അവർ പറയുന്നത്, കഴിഞ്ഞ ദിവസമൊക്കെ അവർ വ്യക്തമാക്കിയത്, ഇത് പൊളിച്ചു പൂർണ്ണമായും മാറ്റാതെ തന്നെയുള്ള ചില ക്രമീകരണങ്ങൾ ചെയ്യാൻ കഴിയും എന്നതാണ്. പക്ഷേ അതിന് ഒട്ടനവധി കടമ്പകളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് താനും. കാരണം ഇതൊന്ന് സ്ഥലപരിമിതിയുണ്ട്, മാത്രമല്ല തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് ചാഞ്ഞ് തട്ടി നിൽക്കുകയാണ്. അതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇതിൻ്റെ ഭാഗമായി തന്നെയുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ഒരു പ്രശ്നം ഇപ്പോൾ ഇത് തീർത്തിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ആ ഒരു കെട്ടിടം മറ്റൊരു കെട്ടിടത്തിലേക്ക് തട്ടി നിൽക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. എന്തായാലും ഈ ജാക്കി ഉപയോഗിച്ച് ചെയ്യേണ്ട ജോലിയാണ് അത് തെന്നി മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. സാധാരണഗതിയിൽ പല വീടുകളും അല്ലെങ്കിൽ പല കെട്ടിടങ്ങളും ഇത്തരത്തിൽ കൊച്ചി നഗരത്തിൽ ഉയർത്താറുണ്ട്. വെള്ളക്കെട്ട്, പ്രത്യേകിച്ചും വെള്ളം ഒലിച്ചത് ഏകദേശം ഒരു 4 മീറ്ററോളം അങ്ങനെ ഉയർത്തുകയായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. ചെന്നൈയിൽ നിന്ന് കരാറുകാർ ഇന്നെത്തും. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ്റെ നിലപാടും ഇതിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും.